ഇനി കോട്ടയത്തേക്കാണ്. അവിടെ രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴ താഴ്ന്ന ഭാഗങ്ങളിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാക്കി. മീനച്ചിലാർ കരകവിഞ്ഞ് തുടങ്ങുകയാണ്. ജില്ലയിൽ 21 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. കോട്ടയത്തു നിന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റോഡുകളിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്, വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അപകടകരമായ സാഹചര്യമാണ്. വലിയ ജാഗ്രത വേണ്ടതുണ്ട്. നിതിൻ തോമസ് വിവരങ്ങൾ നൽകുന്നു കോട്ടയത്തെക്കുറിച്ച്. താഴ്ന്ന ഭാഗങ്ങൾ, അതായത് മീനച്ചിലാറിന്റെ കരയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന താഴ്ന്ന ഭാഗങ്ങളിലാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. കോട്ടയം, ഇല്ലിക്കൽ, കുമരകം ഭാഗങ്ങളിലെല്ലാം പാടശേഖരത്തും അതുപോലെ തന്നെ വീടുകളിലേക്കും എല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് റോഡിലേക്ക്, മീനച്ചിലാറ് കര കവിഞ്ഞ് റോഡിലേക്ക് എത്തിത്തുടങ്ങി. വീടുകളിലെല്ലാം വെള്ളമായി തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗത്തെല്ലാം തന്നെ, ഇല്ലിക്കൽ ഭാഗത്തെല്ലാം തന്നെ ഇന്നലെ രാത്രി മുതൽ, ഇന്നലെ രാവിലെയൊക്കെ കുറച്ച് നേരിയ ശമനമുണ്ടായിരുന്നു മഴയ്ക്ക്. പക്ഷേ ഇന്നലെ രാത്രി ശക്തമായി തന്നെ കോട്ടയം ജില്ലയുടെ പല ഭാഗത്തും, മലയോര മേഖലകളിലും അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലും എല്ലാം തന്നെ ശക്തമായ മഴ പെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ മുതൽ ഇങ്ങനെ മഴ വിട്ടുവിട്ടാണ് പെയ്യുന്നതെങ്കിലും ശക്തമായി തന്നെയാണ് പെയ്യുന്ന സമയത്തെല്ലാം തന്നെ മഴ പെയ്യുന്നത്. ചെറിയ രീതിയിൽ ചാറ്റൽ മഴ പല ഭാഗത്തും തുടർച്ചയായി ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു അതീവ ജാഗ്രതാ മുന്നറിയിപ്പാണ് കോട്ടയം ജില്ലയിൽ പ്രഖ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂളുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കുമൊക്കെ ഇന്ന് അവധി നൽകിയിട്ടുണ്ടായിരുന്നു. റെഡ് അലേർട്ടായിരുന്നു കോട്ടയം ജില്ലയിൽ. രാവിലെ ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് ഇന്നത്തെ റെഡ് അലേർട്ടിന് ചെറിയൊരു വ്യത്യാസം വന്നിരുന്നു. പക്ഷേ എന്നിരുന്നാലും അതിശക്തമായ മഴ ജില്ലയിൽ തുടരുന്ന സാഹചര്യമാണ്. ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം 4 കോടിയുടെ നാശനഷ്ടമാണ് കൃഷിയിടങ്ങളിൽ കണക്കെടുത്തിരിക്കുന്നത്. ജില്ലാ അധികൃതർ 4 കോടിയുടെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് KSEBക്ക് ഉണ്ടാകുന്ന നഷ്ടം, KSEBക്ക് മാത്രം ഉണ്ടായത്, വീടുകൾക്കുണ്ടാകുന്ന നഷ്ടം. അങ്ങനെ ഇനി കണക്കെടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള കണക്കിലേക്കാണ് വരിക. നമുക്ക് ജനങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി കേൾക്കാം ഈ ദുരിതം അനുഭവിക്കുന്നവരിൽ. ഒരു ചെറിയ മഴ പെയ്യുമ്പോഴത്തേന് ഇവിടെ ഇങ്ങനെയാണോ? ഇവിടെ ഇപ്പൊ മൺസൂൺ ശരിക്കും ആരംഭിച്ചിട്ട് പോലും ഇല്ല. ചേട്ടന്റെ വീട്ടിലൊക്കെ വെള്ളം കയറിയോ? അവിടെ വെള്ളം കയറി കിടക്കുക. എന്താ അവസ്ഥ ഇപ്പൊ? വീട്ടിനകത്ത് പൊക്കി വെച്ചിട്ട് വീട്ടിനകത്ത് തന്നെയാണോ താമസിക്കുന്നത്? ഇനി കൂടുതൽ മഴ പെയ്താൽ കൂടുതൽ വെള്ളം കയറുന്ന പേടിയുണ്ടോ? പേടിയുണ്ട്. അപ്പൊ എല്ലാം മാറി താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. മഴ ശരിക്കും ബാധിച്ചിട്ടുണ്ടോ? എന്നാ ചെയ്യാനാ, മനുഷ്യനെല്ലാം ബുദ്ധിമുട്ടി നിൽക്കുക. ഇപ്പം ഇന്ന് പോയിട്ട് തിരിച്ചു പോകാൻ തന്നെ പറ്റുമെന്ന് തോന്നുന്നില്ല. വണ്ടി വെള്ളം കയറുമെന്നുള്ള പേടിയുണ്ടോ? വെള്ളം കയറുന്ന ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലെത്താൻ പറ്റത്തില്ല. വണ്ടി കാര്യം നിർത്തുകയല്ല. വീട്ടിൽ ഇന്നത്തോടെ കഴിഞ്ഞാൽ വെള്ളം കയറും. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണോ? ഇപ്പം കഴിഞ്ഞ വർഷമൊന്നും ഇതുപോലൊന്നും ഇല്ലായിരുന്നു. ഇത് ഇപ്രാവശ്യം ഇത്തവണയാണ് കൂടിയിട്ടുള്ളത്. 18 കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇത്രയും വന്ന് ആദ്യമായിട്ടാണ്. ഇതിനകത്താണോ വീട്? അതിനകത്താണോ വീട്? വീട് മൊത്തം വെള്ളമാണോ? ഇവിടെ വെള്ളമില്ല. ആ വീട് മുഴുവൻ വെള്ളം. ഇവർക്ക് 2 വീടാ. ഇതിപ്പോ ഇതിനകത്തൂടെ എങ്ങനെ വീട്ടിലോട്ട് എത്തും? ഇതിനകത്തൂടെ ഇപ്പൊ അങ്ങനെ നീന്തി പോവുക. വേറെ വഴിയില്ല. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണോ? എല്ലാ വർഷവും ഇങ്ങനെ. ഇപ്പൊ ഇച്ചിരി കൂടുതലാ. ഈ വെള്ളം കയറാതിരിക്കാനായിട്ട് വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. അല്ലാതെ ഞങ്ങൾക്കൊക്കെ അങ്ങോട്ട് പടിഞ്ഞാട്ടും ഒക്കെ ഭയങ്കര വെള്ളം. അവിടെയൊക്കെ വീടെല്ലാം മുങ്ങിക്കിടക്കുക. ഇതാണ് പ്രതികരണങ്ങൾ. പലരും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചിലയിടത്ത് ഏറിയും കുറഞ്ഞുമൊക്കെ ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ആലപ്പുഴ മേഖലയിലുള്ള ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളോട് കുറച്ചുകൂടി അവർക്ക് അനുഭവങ്ങളുണ്ട്. മറ്റിടങ്ങളിൽ ഇപ്പോൾ 2018 മുതൽ നമ്മളും കുറച്ചൊക്കെ എല്ലാവരും ഒരു പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ്. ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും മഴയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ അങ്ങനെയാണ്. മീനച്ചിലാറിൽ അപകടകരമായ നിലയിലേക്ക് ജലം എത്തുന്നു എന്ന വാർത്തകൾ കൂടിയുണ്ട്.